ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ 7ാമത്തെ പാർട്ടാണ്. അതായത് പേജ് നമ്പർ 53-ലെ ക്വസ്റ്റ്യൻസ് 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ 3ാമത്തെ ചോദ്യം ഇതാണ്. അതിനകത്തും നേരത്തെ ചോദ്യം പോലെ തന്നെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 1ാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്ന ആ നമ്പേഴ്സിനെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട്, രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ, രണ്ട് ഘടകങ്ങളുടെ ഗുണിതങ്ങളാക്കി എഴുതാൻ പറ്റുമോ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസങ്ങൾ രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതുപോലെ കണ്ടുപിടിക്കാവുന്ന വേറെ രണ്ട് നമ്പർ എഴുതണം, കണ്ടുപിടിക്കണം നമ്മൾ. കൂടാതെ 3ാമത് പറഞ്ഞിരിക്കുന്ന ആ പൊതു തത്വം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള ആ പൊതു തത്വം കൂടെ എഴുതണം. അപ്പം നമുക്ക് ആ പാറ്റേൺ ആദ്യം ഒന്ന് എഴുതാം. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇവിടുത്തെ നമ്പേഴ്സ് 15, 21, 35. നമുക്ക് ഈ നമ്പേഴ്സ് നോക്കുമ്പോഴേ അറിയാം അത് ഒറ്റ സംഖ്യകളാണ് അല്ലെ. ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് ആണ്. എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതണം, ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം അല്ലെ. അപ്പോൾ 15-നെ നമുക്ക് എങ്ങനെ എഴുതാം, 5 ഗുണം 3 എന്ന് എഴുതാം അല്ലെ. 21-നെ നമുക്ക് 7 ഗുണം 3 എന്ന് എഴുതാമല്ലോ. അതേപോലെ 35-നെ 7 ഗുണം 5 എന്നും എഴുതാം. അപ്പോൾ നമ്മൾ ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 15-ന്റെ എല്ലാ ഘടകങ്ങളും ഒന്ന് എഴുതി നോക്കിക്കേ. 15-ന്റെ എല്ലാ ഘടകങ്ങളും നമ്മൾ എഴുതി നോക്കാൻ പോവാണ്. 1 ഗുണം 15 ഉണ്ട്, 3 ഗുണം 5 ഉണ്ട് അല്ലെ. ഈ ഗുണനപ്പട്ടികളിലൊക്കെയാണല്ലോ 15 കാണുന്നത്. അതായത് 1-ന്റെയും 3-ന്റെയും 5-ന്റെയും 15-ന്റെയും ഗുണനപ്പട്ടികളിൽ 15-നെ കാണാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കാണാം. അതിന്റെ അർത്ഥം എന്താ, ഈ 15 പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ? ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതായത് 2-ൽ കൂടുതൽ ഘടകങ്ങൾ ഈ 15-നുണ്ട്. ഇനി 21 എടുത്ത് നോക്കിക്കേ. 21-നകത്ത് 1 ഗുണം 21 ഉണ്ട്, 3 ഗുണം 7 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ, ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 3, 7, 21. അപ്പൊ ഇതും ഒരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലോ. ഇനി 35 എടുത്ത് നോക്കിക്കേ. അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഗുണം 35 ഉണ്ട്, 5 ഗുണം 7 ഉണ്ട്. അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 5, 7, 35. അതായത് 2-ൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ള നമ്പേഴ്സ് ആണ് ഇത്. അതായത് ഇവ കോമ്പോസിറ്റ് നമ്പേഴ്സും കൂടെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഈ 15ഉം 21ഉം 35-നെയും 5ഉം കോമ്പോസിറ്റ് നമ്പേഴ്സുമാണ്, ഓഡ് നമ്പേഴ്സുമാണ്, ഒറ്റ സംഖ്യകളുമാണ്, ഭാജ്യസംഖ്യകളുമാണ്. അതായത് 2-ൽ കൂടുതൽ ഘടകങ്ങളാക്കി ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുകയും ചെയ്യാം, അത് ഒറ്റ സംഖ്യകളുമാണ്. ഇനി അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ ഉണ്ടാക്കാനാണ് നമ്മളോട് 2ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതിയല്ലോ. 1ാമത്തെ ആൻസർ ആയിട്ട് 21-നെ നമുക്ക് 1 ഗുണം 21 3 ഗുണം 7 എന്നും എഴുതാം. 35-നെ 1 ഗുണം 35 5 ഗുണം 7 എന്നും എഴുതാം. ഇനി 2ാമത്തെ ആൻസർ നമുക്ക് നോക്കാം. അതായത് പുതിയ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട എങ്ങനത്തെ നമ്പേഴ്സേ എടുക്കാവുള്ളൂ? ഓഡ് നമ്പരും ആയിരിക്കണം, കോമ്പോസിറ്റ് നമ്പരും ആയിരിക്കണം. അപ്പൊ ഞാനൊരു ഒറ്റ സംഖ്യയും കോമ്പോസിറ്റ് നമ്പർ ഭാജ്യസംഖ്യയുമായിട്ടുള്ള ഒരു നമ്പറാണ് 33. കാരണം എന്താണ്? അപ്പൊ നമുക്ക് 33-നെ എങ്ങനെയൊക്കെ എഴുതാം? 33 ഗുണം 1 എന്നും എഴുതാം, 11 ഗുണം 3 എന്നും എഴുതാം. അതുകൊണ്ടാണല്ലോ ഇത് ഭാജ്യസംഖ്യ അല്ലെ. അതായത് രണ്ട് ഘടകങ്ങളിൽ കൂടുതലുണ്ട്, പിന്നെ അത് ഒറ്റ സംഖ്യയുമാണ്. പിന്നെ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി എന്താണ്? xy ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഇത് ഓർക്കുന്നുണ്ടോ? ഇത് എവിടുന്നാണ് നമ്മൾ കിട്ടിയത്? 4xy എന്നുള്ള ആ ഒരു സമവാക്യം, അതായത് രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതിയ അതിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ എത്രയാണ്? നമ്മുടെ നമ്പർ 33 ആണ് അല്ലേ? ആ 33 രണ്ട് തരത്തിൽ ഇവിടെ എഴുതിയല്ലോ. ആദ്യത്തെ എന്താണ്? 33 ഇൻറ്റു 1. അപ്പോൾ 33 ഇൻറ്റു 1 എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സിന് 33യും വൈക്ക് 1ഉം അല്ലേ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഓരോന്ന് എക്സിന് വൈക്കും ആ വിലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 33 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 33 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. 33 പ്ലസ് 1 എത്ര? 34. 34 ബൈ 2 എന്ന് പറയുമ്പോൾ 34ന്റെ പകുതി 17 സ്ക്വയർ മൈനസ് 33 1 പോകുമ്പോൾ 32. 32ന്റെ പകുതി 16 സ്ക്വയർ. അപ്പൊ ഇതിനെ 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് അതേ 33നെ വേറൊരു രീതിയിലും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. 11 ഗുണം 3 അല്ലെ? അപ്പൊ അങ്ങനെയും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 11 ഗുണം 3. അപ്പൊ ഇതാണ് ആദ്യത്തത്. ആദ്യം കിട്ടിയത് നമുക്ക് ഇതാ 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ. നമുക്ക് ഇവിടെ രണ്ട് വ്യത്യസ്ത തരങ്ങളിൽ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പെയറും കൂടെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എക്സിന് 11 വൈക്ക് 3. അപ്പൊ 11 പ്ലസ് 3 ബൈ 2 സ്ക്വയർ മൈനസ് 11 മൈനസ് 3 ബൈ 2 സ്ക്വയർ ഈക്വൽ ടു 11 പ്ലസ് 3 എന്താ? 14. 14ന്റെ പകുതി 7. 7 സ്ക്വയർ മൈനസ് 11 3 പോകുമ്പോൾ 8. 8ന്റെ പകുതി 4 സ്ക്വയർ. അപ്പോൾ രണ്ട് വ്യത്യസ്ത തരത്തിലാണല്ലോ നമുക്ക് കിട്ടിയത്. ആദ്യം കിട്ടിയത് 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ. രണ്ടാമത് കിട്ടിയത് 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പോൾ 33 എന്നുള്ളൊരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 33 ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇതേപോലെ രണ്ട് വ്യത്യസ്ത തരങ്ങളിൽ 33നെ നമ്മൾ എഴുതിയല്ലോ. ഇനി നമുക്ക് ഒരു നമ്പറും കൂടെ കൊണ്ടുവരണം ഇതേപോലെ. ഇനി അടുത്ത നമ്പറായിട്ട് ഞാൻ 27 എടുത്തു. 27 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഇനി 27 ഒരു കോമ്പസിറ്റ് നമ്പർ ആണോ അല്ലയോ, ഒരു ഭാജ്യസംഖ്യ ആണോ അല്ലയോ, അതായത് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ 27 ഗുണം 1 എഴുതാം, 9 ഗുണം 3 എഴുതാമല്ലോ. അപ്പൊ ഇത് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയായി? ഓടുമായി, കോമ്പസിറ്റുമായി, ഒറ്റസംഖ്യയുമായി, ഭാജ്യസംഖ്യയുമായി. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കണം അല്ലെ. ഏത് നമ്പർ എന്താണ്? നമ്മുടെ നമ്പർ 27 ആണ്. ആ 27നെ രണ്ട് തരത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 27 ഗുണം 1. അപ്പൊ എക്സിന് 27ഉം വൈക്ക് 1ഉം കൊടുത്തു. അപ്പൊ 27 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 27 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. 27 1 28. 28ന്റെ പകുതി 14. 14 സ്ക്വയർ മൈനസ് 27ൽ 1 പോയപ്പോ 26. 26ന്റെ പകുതി 13. അപ്പൊ 13 സ്ക്വയർ. എങ്ങനെ എഴുതാം? 27നെ 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഒരെണ്ണം കൂടെ വേണം. അതായത് 9 ഗുണം 3 എടുത്തു. 9 ഗുണം 3 27 ആണ്. അപ്പോൾ എക്സിന് 9ഉം വൈക്ക് 3ഉം. അപ്പോൾ 9 പ്ലസ് 3 ബൈ 2 സ്ക്വയർ മൈനസ് 9 മൈനസ് 3 ബൈ 2 സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 3 12. 12ന്റെ പകുതി 6. 6 സ്ക്വയർ മൈനസ് 9ൽ നിന്ന് 3 പോയപ്പം 6. 6ന്റെ പകുതി 3 സ്ക്വയർ. അപ്പൊ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ 27ന്. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ നമ്പർ, ഇപ്പൊ രണ്ടാമത്തെ ആൻസർ ആയിട്ട് ആദ്യത്തെ നമ്പർ 33, രണ്ടാമത്തെ നമ്പർ 27. 27നെ 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ എന്നും എഴുതാം. 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്നും എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ പൊതുവായ തത്വം എഴുതണ്ടേ. അപ്പൊ എന്തെഴുതും? ഇത് എന്തൊക്കെ നമ്പേഴ്സ് ആണ്? ഓഡ് നമ്പറും ആണ്, കോമ്പസിറ്റ് നമ്പറും ആണ്. പിന്നെന്താ എഴുതണ്ടേ? അതിനെ രണ്ട് വ്യത്യസ്ത തരത്തിൽ എഴുതാം. എങ്ങനെ? രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട്. അപ്പൊ അതും കൂടെ എഴുതണം നമുക്ക്. അപ്പൊ മൂന്നാമത്തെ ആൻസർ ആയിട്ട് ആ നമ്പർ ഓഡും ആയിരിക്കണം, കോമ്പസിറ്റും ആയിരിക്കണം. അപ്പൊ എനി ഓഡ് നമ്പർ, ഓഡ് കോമ്പസിറ്റ് നമ്പർ, any odd composite number can be written as
the difference of two perfect squares in two different ways. ഏത് ഭാജ്യ ഒറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസങ്ങളായി രണ്ട് തരത്തിൽ എഴുതാവുന്നതാണ്. എഴുതിക്കോളുമല്ലോ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇനി നാലാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാവുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാവുന്ന ഐഡന്റിറ്റി നമുക്കറിയാം അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഗുണനഫലം കണ്ടുപിടിക്കണം. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഗുണനം ഉണ്ടല്ലോ, അത് ചെയ്യരുത്. അത് ചെയ്യാതെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? 78 × 22. നമ്മുടെ ഐഡന്റിറ്റി ഓർക്കുന്നുണ്ടോ? XY = x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ. ഇവിടെ x 78ഉം y 22ഉം അല്ലെ? x 78ഉം y 22ഉം. അപ്പൊ നമുക്ക് ഇവിടെ എക്സിനും വൈക്കും വില ഇട്ട് കൊടുക്കാമല്ലോ. 78 + 22/2 ഹോൾ സ്ക്വയർ മൈനസ് 78 - 22/2 ഹോൾ സ്ക്വയർ. 78ഉം 22ഉം കൂടെ കൂട്ടുമ്പോ എത്രയാ? 78ഉം 22ഉം കൂട്ടണം. 100 അല്ലേ? 100ന്റെ പകുതി /2 എന്ന് പറഞ്ഞാൽ പകുതി. 100ന്റെ പകുതി കണ്ടുപിടിക്കണം അല്ലെ? /2 എന്ന് പറഞ്ഞാൽ പകുതി മൈനസ്. ഇനി 78ന്ന് 22 കുറച്ചാൽ എത്രയാ? 8ന്ന് 2 പോകുമ്പോ 6, 7ന്ന് 2 പോകുമ്പോ 5. 56ന്റെ പകുതി കണ്ടുപിടിച്ചിട്ട് അതിന്റെ വർഗവും കണ്ടുപിടിക്കണം. 100ന്റെ പകുതി 50 ആണെന്നറിയാം. 50ന്റെ വർഗം 56ന്റെ പകുതി 28, അതിന്റെ വർഗം കണ്ടുപിടിക്കുക. ഇനി 5ന്റെ വർഗം, 5ന്റെ സ്ക്വയർ 25ആണ്. 50ന്റെ ആകുമ്പം 2 0 ഇടണം. മൈനസ് 28ന്റെ വർഗം കണ്ടുപിടിക്കണം. 28ന്റെ വർഗം എത്രയാണ്? 784. ഇനി ഇത് തമ്മിൽ കുറയ്ക്കുക. 2500ൽ നിന്ന് 784 കുറയ്ക്കുമ്പോൾ 1716 കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 301 × 299 അല്ലെ? 301 × 299 ആണ് നമ്മുടെ ചോദ്യം. എക്സിന് 301ഉം വൈക്ക് 299ഉം കൊടുക്കുക. അപ്പം 301ന്റെ കൂടെ 299 കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ട് സ്ക്വയർ കാണുക, വർഗം കാണുക. പിന്നെ 301ൽ നിന്ന് 299 കുറച്ചിട്ട് അതിന്റെ പകുതി കണ്ട് വർഗം കാണുക. 301ഉം 299ഉം കൂടെ കൂട്ടി ആദ്യം നോക്കാം. 9 × 10 = 0, 10 × 0 = 6. 600/2 എന്ന് പറഞ്ഞാൽ പകുതി. ഇനി 301ൽ നിന്ന് 299 ആണ് കുറയ്ക്കേണ്ടത്. 299 കഴിഞ്ഞാൽ പിന്നെ 300, 301, രണ്ടല്ലേ ഉള്ളൂ അല്ലെ? അപ്പൊ 2ന്റെ പകുതി സ്ക്വയർ. 600ന്റെ പകുതി 300 ആണ്. അപ്പൊ 300 സ്ക്വയർ മൈനസ് 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ, 3ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 9. ഇവിടെ 2 0 ഉള്ളതുകൊണ്ട് വർഗം കാണുമ്പോൾ 4 0 വരും. -1. അപ്പോൾ 90,000ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 89,999. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 2 1/3 × 1 2/3. ഇപ്പൊ 2 1/3 നമുക്ക് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലെ? മിശ്രഭിന്നമാണ് അല്ലെ? അപ്പൊ അതിനെങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? 3 × 2. 3 × 2 6. 6ന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 7. 7/3 എന്ന് എഴുതാം. രണ്ടാമത്തെ നമ്പർ 1 2/3. അപ്പൊ ഇതും ഒരു മിശ്രഭിന്നമാണ്. അപ്പൊ 3നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 കിട്ടും. 3ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5. 5/3.
അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ, അതായത് 7/3നെ 5/3 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ 7/3ന്റെ കൂടെ 5/3 കൂട്ടണം അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ വേറെ ചെയ്യാം. 7/3ന്റെ കൂടെ 5/3 കൂട്ടണം. കൂട്ടുമ്പം നമുക്ക് ഛേദം സെയിമാണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അംശം തമ്മിൽ കൂട്ടിയാൽ പോരെ. 7ഉം 5ഉം കൂടെ കൂട്ടുക. 7ഉം 5ഉം എത്രയാണ്? 12. 12/3 എന്ന് വരും. 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടിയല്ലോ. അപ്പൊ ഈ ആദ്യത്തത് 7/3 + 5/3 എന്നുള്ള കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 4 കിട്ടും. എന്നിട്ട് അതിന്റെ പകുതി കാണണ്ടേ, എന്നിട്ടല്ലേ വർഗം കാണേണ്ടത്, മൈനസ്. ഇനി നമുക്ക് ഇവ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ 7/3 നിന്ന് 5/3 കുറയ്ക്കണം. അപ്പം ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആണ്. ആ സെയിം ഡിനോമിനേറ്റർ എഴുതുക. ന്യൂമറേറ്ററുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 7 × 5 = 2, 2/3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 2/3 ഇവിടെ കുറയ്ക്കുമ്പോൾ കിട്ടിയതാ 2/3. ഞാൻ അതിന്റെ പകുതി കാണണ്ടേ. ഇവിടെ കൂട്ടുമ്പോൾ തന്നെ നമുക്കൊരു എണ്ണൽ സംഖ്യ കിട്ടി, എന്നിട്ട് അതിന്റെ പകുതി മനസ്സിലായി. ഇവിടെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഭിന്നസംഖ്യ കിട്ടിയത്, ഫ്രാക്ഷനാണ് കിട്ടിയത്. എന്നിട്ട് അതിന്റെ പകുതി കണ്ടിട്ട് സ്ക്വയർ കാണുക. ഇനി 4ന്റെ പകുതി 2 ആണ്. 2ന്റെ സ്ക്വയർ മൈനസ് ഇവിടെ ഒരു ഭിന്നസംഖ്യയെ വേറൊരു എണ്ണസംഖ്യ കൊണ്ട് ഹരിക്കുന്നത് അല്ലെ. അപ്പൊ 2/3നെ 2 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇത് ഈ ഹരണം മാറ്റി ഗുണനമാക്കിയിട്ട് ഈ 2 എന്നുള്ളതിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ എടുക്കുക. അത് 1/2 ആണ് അല്ലെ. അപ്പൊ അത് തമ്മിൽ ഗുണിക്കുക. 2 2 വെട്ടിപ്പോയി, ബാക്കി 1/3 എന്ന് വന്നു. അപ്പോൾ 1/3ന്റെ സ്ക്വയർ, 2 സ്ക്വയർ 4 ആണ്. 1/3 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/9. ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഭിന്നസംഖ്യകളുടെ വ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 9നെ 4 കൊണ്ട് ഗുണിക്കാം, 36 മൈനസ് 1/9. അപ്പോൾ 35/9 എന്ന് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന പോലെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. മിശ്ര ഭിന്നമാക്കുമ്പോൾ 35നെ 9 കൊണ്ട് ഹരിക്കുമ്പം എന്ത് വരും? ഹരണഫലം കോഷ്യന്റ് എന്ത് വരും? 9 × 3 27 ആണ്. ബാക്കി ശിഷ്ടം മിച്ചം എത്ര ഉണ്ട്? 8 ഉണ്ട്. 8/9. 3 8/9 നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. 10.7 × 9.3. ഇത് രണ്ട് ദശാംശ സംഖ്യകളാണ്, ഡെസിമൽ നമ്പേഴ്സ് ആണ്. 10.7 × 9.3 രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. എക്സിന് 10.7ഉം വൈക്ക് 9.3. അപ്പൊ അവ തമ്മിൽ കൂട്ടുക. 10.7 + 9.3/2 പകുതി കാണുക, വർഗം കാണുക, മൈനസ് അവ തമ്മിൽ കുറയ്ക്കുക, പകുതി കാണുക, വർഗം കാണുക. 10.7ഉം 9.3ഉം കൂടെ കൂട്ടണം ആദ്യം. കൂട്ടുമ്പോഴാണെങ്കിലും കുറയ്ക്കുമ്പോഴാണെങ്കിലും ദശാംശ ബിന്ദു നേരെ താഴെ താഴെ എഴുതുക. ഉത്തരത്തിൽ നേരെ താഴെ വരണം. 7 3 10 0, ഇഷ്ടം 1 ഇപ്പുറത്തേക്ക് കൊടുക്കുക. 1 9 10 0, ഇഷ്ടവും മിച്ചം 1 2. അപ്പൊ 20 കിട്ടിയല്ലോ. 20.0 എന്ന് പറയുന്നത് 20 തന്നെയാണ്. മൈനസ് ഇനി ഇവ തമ്മിൽ കുറയ്ക്കണം. 10.7ൽ നിന്ന് 9.3 കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴും ദശാംശ ബിന്ദു ഡെസിമൽ പോയിന്റ് താഴെ താഴെ എഴുതണം. 7ൽ നിന്ന് 3 പോകുമ്പോൾ 4, 10ൽ നിന്ന് 9 പോകുമ്പോൾ 1. 1.4/2 സ്ക്വയർ. 20ന്റെ പകുതി 10 ആണ്. 10 സ്ക്വയർ മൈനസ് 1.4 എന്ന് പറയുന്നത് 14 നോക്കുക. 14ന്റെ പകുതി 7 ആണ്. അപ്പൊ ദശാംശത്തിന് ശേഷം ഒരക്കം വേണം. അപ്പോൾ 7 എന്ന് എഴുതുമ്പോഴും ദശാംശത്തിന് ശേഷം ഒരക്കം വരണമെങ്കിൽ അത് 0.7 എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ വർഗം കാണുക, സ്ക്വയർ കാണുക. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. 7ന്റെ സ്ക്വയർ 49 അല്ലെ. അപ്പൊ ദശാംശത്തിന് ശേഷം ഒരക്കമാണുള്ളത്. സ്ക്വയർ കണ്ടു കഴിയുമ്പോൾ, വർഗം കണ്ടു കഴിയുമ്പോൾ ദശാംശത്തിന് ശേഷം 2 അക്കം വരണം. ഇനി ഇവ തമ്മിൽ കുറയ്ക്കുക. നമുക്കറിയാം 100ൽ നിന്ന് 49 കുറയ്ക്കും. 0.49 49. 100ൽ നിന്ന് 0.49 കുറയ്ക്കാൻ വേണ്ടി 100നെ നമുക്ക് 0.00 ഇട്ട് കൊടുക്കണം. എന്നിട്ട്
0.49 ഇങ്ങനെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. 19 ആകുമ്പം ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 2 പെയർ തന്നിട്ടുണ്ട് അല്ലേ, അതില് വലുത് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഗുണിച്ച് നോക്കാതെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പെയർ എന്ന് പറഞ്ഞാൽ 75 × 25 ആണോ വലുത്, 76 × 24 ആണോ വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഗുണിച്ച് നോക്കാൻ പാടില്ലല്ലോ. ഇവിടെ നമുക്ക് ഈ ചോദ്യം കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും ഇത് 2 സംഖ്യകളുടെ ഗുണനഫലമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് നേരിട്ട് ഗുണിച്ച് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ഐഡന്റിറ്റി xy = x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ടാണ് നമുക്ക് 2 സംഖ്യകളുടെ ഗുണനഫലത്തെ എഴുതാൻ സാധിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 75 ഉം 25ഉം. ഒന്നാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. 75 × 25 ആണ് വേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 75 + 25/2 സ്ക്വയർ മൈനസ് 75ൽ നിന്ന് 25 കുറച്ചിട്ട് പകുതി കണ്ട് വർഗം കാണുക ആണല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 100 വരും. 100/2 സ്ക്വയർ മൈനസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 50 വരും. 50/2 സ്ക്വയർ. 100ന്റെ പകുതി എത്രയാണ്? 50. 50ന്റെ സ്ക്വയർ മൈനസ് 50ന്റെ പകുതി 25ന്റെ സ്ക്വയർ. ഇനി 50ന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 2500 ആണ്. മൈനസ് 25ന്റെ സ്ക്വയർ 625 ആണ്. ഇനി ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 1875 കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ പെയർ എന്താണ്? 76 × 24 ആണ് അല്ലെ. അപ്പൊ 76 × 24 ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ 76 24 കൂടെ കൂട്ടുക, പകുതി കാണുക, വർഗം കാണുക. മൈനസ് 76ൽ നിന്ന് 24 കുറച്ചിട്ട് പകുതി കണ്ട് വർഗം കണ്ടാൽ മതി. 76 24 കൂടെ കൂട്ടുമ്പോൾ 100 തന്നെ കിട്ടും. 100/2 സ്ക്വയർ മൈനസ് 24 കുറയ്ക്കുക ചെയ്യുന്നത്. കുറയ്ക്കുമ്പോൾ എത്ര വന്ന്? 52 വന്നു. /2 സ്ക്വയർ. ഇനി 100ന്റെ പകുതി 50 ആണ്. 50 സ്ക്വയർ മൈനസ് 52ന്റെ പകുതി 26 വന്നു. 26ന്റെ സ്ക്വയർ. ഇനി 50ന്റെ സ്ക്വയർ 2500 ആണ്. മൈനസ് 26ന്റെ സ്ക്വയർ വേണം. 676 ആണ്. ഇത് തമ്മിൽ നമുക്ക് കുറയ്ക്കുമ്പോഴോ 1824 വരും. ഇനി ഇതിലേതാ വലുതെന്ന് നോക്കുക. 1875 ആണ് വലുതെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഏതാ തിരഞ്ഞെടുക്കേണ്ട? ഒന്നാമത്തെ പെയർ, അതായത് 75 × 25 ആണ് വലുത്. ഇതാണല്ലോ ഗ്രേറ്റർ ദാൻ സൈൻ, അതായത് തുറന്നിരിക്കുന്ന വശം വലുതായിരിക്കണം. ഇനി നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതാതെ നമ്മൾ കണ്ടുപിടിക്കുന്നതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇവിടം കൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വർഗം കാണണ്ട, കുറയ്ക്കണ്ട, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഇതും ചെയ്യുന്നില്ല. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, 50ന്റെ സ്ക്വയർ ആണ് തുടക്കം. രണ്ടാമത് വന്നിരിക്കുന്ന സംഖ്യ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. അപ്പൊ രണ്ടാമത് വന്നിരിക്കുന്ന സംഖ്യ ചെറുതേതാണ്? ഇതല്ലേ, 25 അല്ലേ. അപ്പൊ അതിന്റെ വർഗം തന്നെ ആയിരിക്കുമല്ലോ ചെറുത്. വലുതിന്റെ വർഗം എടുക്കുമ്പം അത് വലുതായിപ്പോവും. അപ്പൊ ചെറിയ നമ്പർ കുറച്ച് കഴിയുമ്പോഴല്ലേ ഉത്തരം വലുത് കിട്ടുന്നത്. അപ്പൊ ഏത് പെയറാ വലുത്? ആദ്യത്തെ പെയറാണ് വലുത്. അപ്പൊ ആ 2 സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഇത് വലുതാന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അടുത്ത പെയർ നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: 76 × 24 ആണോ വലുത്, 74 × 26 ആണോ വലുത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. 76 × 24. അവകൾ തമ്മിൽ കൂട്ടണമല്ലോ. അത് തമ്മിൽ കൂട്ടി പകുതി കണ്ട് സ്ക്വയർ കണ്ട് വർഗം കണ്ട്. അവ തമ്മിൽ കുറച്ച് പകുതി കണ്ട് വർഗം കണ്ട്. കൂട്ടുമ്പോൾ എത്ര വരും? 100 വരും. 100ന്റെ പകുതി 50 ആണ്. 50 സ്ക്വയർ മൈനസ് ഇത് കുറയ്ക്കുക. 76ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ എത്ര വരും? 52. 52ന്റെ പകുതി 26. 26 സ്ക്വയറിന് കിട്ടിയല്ലോ. ഇവിടം വരെ കണ്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ നോക്കുക. 74 × 26 ആണ്. അപ്പൊ അത് തമ്മിൽ കൂട്ടുക, പകുതി കാണുക, വർഗം കാണുക. അവ തമ്മിൽ കുറയ്ക്കുക, പകുതി കാണുക, വർഗം കാണുക. കൂട്ടുമ്പോൾ 100 കിട്ടും. 100ന്റെ പകുതി 50 സ്ക്വയർ
മൈനസ് കുറയ്ക്കുമ്പോൾ എന്ത് വരും? 74-ൽ നിന്ന് 26 കുറയ്ക്കണം. 48 വന്നല്ലോ. 48ന്റെ പകുതി 24 സ്ക്വയർ. ഇവിടെ ചെറിയ നമ്പർ കുറയ്ക്കുമ്പോഴാണ് ഉത്തരം വലുത് കിട്ടുന്നത്. 26 24 ചെറുത്? 24 ചെറുത്. അപ്പൊ അതിന്റെ വർഗം കണ്ടിട്ട് കുറയ്ക്കുമ്പോഴാണ് വലിയ സംഖ്യ കിട്ടുന്നത്. അപ്പൊ ഏത് എടുക്കാവുള്ളൂ? രണ്ടാമത്തെ പെയറാണ് എടുക്കുന്നത്. രണ്ടാമത്തെ പെയറാണ് വലുത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദശാംശ സംഖ്യകളാണല്ലോ തന്നിരിക്കുന്നത്. 10.6 ഇൻറ്റു 9.4 10.4 ഇൻറ്റു 9.6. ഇത് നമുക്ക് നോക്കാം. ആദ്യത്തെ 10.6 ഇൻറ്റു 9.4 അവ തമ്മിൽ കൂട്ടണം. കൂട്ടിയിട്ട് പകുതി കാണണം. അപ്പൊ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. 10.6ഉം 9.4ഉം കൂടെ കൂട്ടുമ്പോൾ 20 വന്നു. 20.0 എന്നുള്ള 20 കൂട്ടുമ്പോൾ 20, പകുതി കണ്ടു, വർഗം കണ്ടു, മൈനസ്. ഇനി കുറയ്ക്കാം. 1.2 വന്നു. കുറച്ചപ്പോൾ 1.2 കിട്ടി. പകുതി കാണുക, വർഗം കാണുക. 20ന്റെ പകുതി 10 സ്ക്വയർ മൈനസ് 1.2ന്റെ പകുതി 12ന്റെ പകുതി 6. അപ്പൊ 0.6 സ്ക്വയർ. ഇനി രണ്ടാമത്തെ നമ്പർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. രണ്ടാമത്തെ നമ്പർ 10.4 ഇൻറ്റു 9.6. 10.4ഉം 9.6ഉം കൂടെ കൂട്ടുക. 20 തന്നെ വന്നല്ലോ. അപ്പൊ 20ന്റെ പകുതി കാണുക, സ്ക്വയർ കാണുക, മൈനസ് 10.4ൽ നിന്ന് 9.6 കുറയ്ക്കുക. സാധാരണ സബ്ട്രാക്ഷൻ പോലെ തന്നെയാണ്. ഡെസിമൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 14ൽ നിന്ന് 6 കുറച്ച് അങ്ങനെ തന്നെ ചെയ്യുക. 0.8 കിട്ടിയല്ലോ. 0.8ന്റെ പകുതി എന്നിട്ട് അതിന്റെ വർഗം കാണുക. 20ന്റെ പകുതി 10, 10ന്റെ സ്ക്വയർ മൈനസ് 8ന്റെ പകുതി 4. അപ്പൊ 0.8ന്റെ പകുതി 0.4 സ്ക്വയർ. 0.6 ആണോ വലുത്? 0.4 ആണോ വലുത്? 0.6 വലുത്. നമുക്ക് എടുക്കേണ്ട എന്താ? ചെറുത്. ചെറുതിന്റെ സ്ക്വയർ കുറയ്ക്കുമ്പോഴാണ് ഉത്തരം വലുത് കിട്ടുന്നത്. ഉത്തരമാണ് വലുത് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ചെറുതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ചെറുതിന്റെ സ്ക്വയർ കുറയ്ക്കുമ്പോൾ വലിയ ഉത്തരം കിട്ടും. ഇവിടെ ഉത്തരം വലുത് വരുന്ന ആർക്കാ? രണ്ടാമത്തേനാ. അപ്പൊ രണ്ടാമത്തത് വലുത്. മനസ്സിലായല്ലോ? എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക.